അഡ്വക്കേറ്റ് ബീന, ഇത് നോക്കൂ, ഇപ്പോൾ ഈ വിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഒരുപക്ഷെ ഇനി അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നറിയില്ല. ഈ വിധി വന്നതിന് ശേഷം അവർ അവരുടെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചത് ഞാൻ ഇനി എന്തു ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഇത്രയും 2 ദിവസങ്ങൾക്ക് ശേഷം അവർ ഈ കുറിപ്പുമായി വന്നിട്ടുണ്ടാവുക ഒരു പക്ഷേ അവരോടൊപ്പം ചേർന്ന അവരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട കുറച്ച് മനുഷ്യർക്ക് വേണ്ടി കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം അവരോട് ഇങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളത് മറ്റുള്ളവർ അറിയണം. അതിലൊരു തിരുത്തൽ വേണമെന്ന് അവർക്ക് ആശിക്കാമല്ലോ. അത്രയെങ്കിലും പ്രിവിലേജ് നമ്മൾ അവർക്ക് അനുവദിച്ചു കൊടുക്കണ്ടേ? തീർച്ചയായും മാധു. മാധു റിപ്പീറ്റഡ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 15 days of trial, 15 days of trial in the court. Okay, so in Tukaram versus ഒരു മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട് in 2019. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതിന്റെ ബേസിൽ സുപ്രീം കോർട്ട് ഹാസ് ഗിവൺ സർട്ടൻ ഗൈഡ് ലൈൻസ്. അതിൽ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഡിഗ്നിറ്റിയും എന്താ പറയാ, ഈ വിക്ടിമിന്റെ അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, സർവൈവർ എന്ന് പറയാം നമുക്കിവിടെ, സർവൈവറിന്റെ അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് സുപ്രീം കോർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് 2022 എല്ലാ സ്റ്റേറ്റും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് കേരള എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിവിടെ ബാംഗ്ലൂരാണ്. ഡെഫിനറ്റ്ലി ഹിയർ വി ഹാവ് എ ഗൈഡ് ലൈൻ. അതിൽ വളരെ കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അഗ്രസീവ് ആൻഡ് ഹോസ്റ്റൈൽ ക്രോസ് എക്സാമിനേഷൻ ഷുഡ് നോട്ട് ബി ഡൺ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറിലവന്റ് ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ബി ആസ്ക്ഡ്. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർ ഷുഡ് ഓൾസോ ടേക്ക് സർട്ടൻ പ്രിക്കോഷൻസ് ടു മിറ്റിഗേറ്റ് ദ സ്ട്രെസ് ഓഫ് ദി വൾണറബിൾ വിറ്റ്നസ്. അപ്പോൾ ഈ കേസിൽ അതിജീവിത റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യം, എന്നെ കണ്ടിന്യൂസ്ലി ഇറ്റ് വാസ് എ ടോർച്ചർ ഇൻസൈഡ് ദി കോർട്ട് റൂം എന്ന് പറയുന്നുണ്ട്. അവർ ബർഖയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുണ്ടായി, ഇത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയെന്ന്. അപ്പൊ നമ്മൾ ശരിക്കും ഇത് ക്ലിയർ ആയിട്ട് ഈ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്തേ പറ്റൂ. കാരണം ക്ലോസ് 18 ഓഫ് ദിസ് ഗൈഡ് ലൈൻ, അതിൽ പ്രിസൈഡിംഗ് ഓഫീസർ, അതായത് ജഡ്ജിന്റെ ഒബ്ലിഗേഷൻസും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് സിസ്റ്റം ഈസ് ഗിവിങ് എ ലോട്ട് ഓഫ് പ്രൊട്ടക്ഷൻ. അതായത് കോർട്ടും ജുഡീഷ്യൽ സിസ്റ്റവും എല്ലാം നിയമവും വളരെയധികം പരിരക്ഷ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് പെരുമൻ പറഞ്ഞു, ഈ പെൺകുട്ടിക്ക് ഈ ട്രയലിന്റെ സാഹചര്യത്തിൽ അവർക്ക് പൊട്ടിക്കരയേണ്ടി വരുന്നുണ്ട്, അവർക്ക് മാനസികമായ പ്രക്ഷുബ്ധത ഉണ്ടാകുന്നുണ്ട്, അത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ശരി. അപ്പോ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ ജഡ്ജ് മുതൽ ആ കോടതിയുടെ മുഴുവൻ സംവിധാനങ്ങളും അവരുടെ മാനസികമായ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു നിൽക്കണം എന്ന് നിഷ്കർഷിക്കുന്നിടത്താണ് അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. അവരുടേതായിട്ടുള്ള സ്വകാര്യമായ ദൃശ്യങ്ങൾ, അവരുടേതായിട്ടുള്ള അവർക്ക് നേരിടേണ്ടി വന്ന വളരെ സ്വകാര്യവും എന്നാൽ വേദനിപ്പിക്കുന്നതുമായ സമയങ്ങൾ, ഇതൊക്കെ ആവർത്തിക്കേണ്ടി വരികയാണ്. മാളവിക പറഞ്ഞതുപോലെ വീണ്ടും ജീവിക്കേണ്ടി വരികയാണ്. ആ സമയത്താണ് ഈ സംവിധാനം സഹകരിക്കുന്നില്ല എന്നൊരു തോന്നലിലേക്ക്, നിഷ്കരുണം അവർക്ക് അതിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഇനിയിപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു സർവൈവർ വീണ്ടും കോടതിയെ അപ്രോച്ച് ചെയ്യുമോ എന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഇത്രയും പ്രിവിലേജ് ഉള്ള ഒരു കുട്ടിക്ക് ഇതാണ് അനുഭവിക്കേണ്ടി വരുന്നതെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? അപ്പൊ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതുപോലെയുള്ള ഗൈഡ് ലൈൻ ഉണ്ട്. 2022 വളരെ ക്ലിയർ ആയ ഗൈഡ് ലൈൻ ഉണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഇത് എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതും വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇതൊന്നും ഫോളോ ചെയ്യാതെയാണ് ഈ കേസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്താവും എന്നുള്ളത് വളരെ കൃത്യമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതാണ്. ഒരു സജഷൻ എനിക്കുണ്ട് ഈ കേസിൽ നിന്നല്ല, ഇനി വരാൻ പോകുന്ന എല്ലാ കേസുകളിലും ഈ ക്രോസ് എക്സാമിനേഷൻ നടത്തുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഫോമിൽ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നാളെ ഒരു അപ്പീൽ പോകുമ്പോഴൊക്കെ ഇതുപോലുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് പരിശോധിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. പോരാത്തത് ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സും എനിക്ക് തോന്നുന്നത് ഇതൊന്ന് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുട്ടികൾ മുന്നോട്ട് വരുമ്പോൾ ഇവരെ എങ്ങനെയാണ് കോർട്ടിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നതെന്നും കൂടി നമ്മൾ നോക്കേണ്ടതാണ്. അവരുടെ വൂണ്ട് വീണ്ടും റീഓപ്പൺ ചെയ്ത് അവിടെ വീണ്ടും ഒരു ഹരാസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്നോ അത് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും. അല്ല, ആ നിലയിൽ പോകുന്ന സമയത്താണ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടാതിരിക്കട്ടെ എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി
ആൻഡ് പബ്ലിക്കിനോട് പറയാനുള്ളത്, ഇനിയുള്ള കുട്ടികളോട് പറയാനുള്ളത്, ദർ ആർ ലോട്ട് ഓഫ് പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡഡ് ബൈ ദി നിയമം കുറേ പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങളും മനസ്സിലാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് 2022 ഗൈഡ് ലൈൻസ്. ഓക്കെ, താങ്ക് യു.